ചോദിച്ചായിരുന്നു. നമ്മുടെ മോൻ ഈയിടെ ഇപ്പൊ ഈശ്വരവിശ്വാസം കുറച്ച് കൂടുതലാണ്. ഇപ്രായത്തിലെ ഈ ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. ഒന്നാമത് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടും കാണത്തില്ല, പഠിത്തത്തിൽ നല്ലപോലെ ശ്രദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ ആവശ്യമില്ലാത്ത കൂടിസെറ്റുകളൊന്നും തന്നെ ഇല്ല. അവന്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ബൈക്കുകളുണ്ട്. അവര് സൈക്കിൾ പോലും ഇല്ല. ഞാൻ കൈക്കൂലൊന്നും വാങ്ങിക്കത്തില്ലെന്ന് നിനക്കറിയാമല്ലോ. നമ്മുടെ മകനും അതറിയാം. എടീ, കിട്ടുന്ന ശമ്പളത്തിൽ മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയാന്നുള്ളത് ഒരു മഹാഭാഗ്യം. അവനെ എന്റെ മോനാ, അതിന്റെ ഗുണങ്ങളൊക്കെ അവന് കാണാം. നല്ല സ്വഭാവം വല്ലതും ഉണ്ടെങ്കിൽ അത് നിന്റേത്, മോശം വല്ലതും ആണെങ്കിൽ അത് എന്റേത്, അല്ലേടി? ഏതായാലും അവൻ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. ദേ മോൻ വരുന്ന കയ്യിലൊരു പൊതി ഉണ്ടല്ലോ. ഞാൻ വരുന്ന വഴിക്ക് അമ്പലത്തിൽ കയറി. നമ്മുടെ ബർത്ത്ഡേ ഇല്ലേ, അമ്മയുടെ പേര് പുഷ്പാഞ്ജലിയും പായസവും കഴിപ്പിച്ചിട്ടുണ്ട്. എന്റെ മോനെങ്കിലും തോന്നിയല്ലോ. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ബാക്കിയുള്ളവരുടെ ബർത്ത്ഡേ അറിയത്തില്ല, സ്വന്തം കല്യാണ ദിവസം പോലും ആണ്. എനിക്ക് മനപ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യവും ഞാൻ ഓർക്കാറില്ല. മതി മതി, കൂടുതൽ വർണ്ണിക്കൊന്നും വേണ്ട. എടാ മോനെ, നീ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിപ്പിച്ചല്ലോ, നീ അച്ഛന്റെ പേര് എന്തോ കഴിപ്പിച്ചു? ഞാൻ കഴിച്ചായിരുന്നു വെച്ചാ, അച്ഛന്റെ പേര് തന്നെ കഴിച്ചു. നോക്കടി, അവനെ എന്റെ പേര് കഴിച്ചായിരുന്നു. ആട്ടെ മോൻ എന്റെ പേര് എന്തുവാ കഴിച്ചേ? പുഷ്പാഞ്ജലിയാണോ അതോ പായസമാണോ? അച്ഛന്റെ പേര് 5 പൊറോട്ട, ഒരു ചിക്കൻ കറി ചന്ദ്രമാന്റെ ഇടയിൽ നിന്ന് ഞാൻ കഴിച്ചായിരുന്നു. എന്റെ പൈസ അച്ഛനെ കൊടുത്തേക്കണേ. ഇപ്പോഴാ നിന്റെ മോനായ ഞാൻ സമ്മതിച്ചത്.